രാധാകൃഷ്ണൻ പോറ്റി ഇപ്പൊ വിളിച്ചു വരുത്തിയിരിക്കുകയാണ് 2025. ഇത് കോടതി അറിഞ്ഞില്ലായിരുന്നെങ്കിലോ, കോടതി ഇതിൽ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ സംഭവിക്കാൻ പോകുന്ന എന്താ? ദ്വാരപാലക വിഗ്രഹം പോയി, കട്ടള പോയി, കഥക് പോയി, അയ്യപ്പൻ്റെ തങ്ക വിഗ്രഹം കൂടി പോയേന്. അയ്യപ്പൻ ഇറങ്ങിയതാണ്, ആക്ട് ചെയ്താണ് കോടതി വഴി യഥാർത്ഥത്തിൽ. ഇല്ലെങ്കിൽ ഇവരിപ്പോൾ ഈ 2025 ഇനി അവിടെ ബാക്കിയൊന്നുമില്ല, ഇത് മാത്രമേ ഉള്ളൂ, അയ്യപ്പൻ്റെ തങ്ക വിഗ്രഹം മാത്രമേ ഉള്ളൂ. അതുകൂടി ഇവർ കൊണ്ടുപോയത്. അതാണ് തടയപ്പെട്ടത് ഇപ്പോൾ. അപ്പോൾ ഈ കൊള്ളക്കാരെ, അയ്യപ്പൻ്റെ മുതൽ മോഷ്ടിച്ച ഈ അമ്പലം വിഴുങ്ങിയത് അവർ ഉത്തരവാദികളാണ്. വീണ്ടും രണ്ടാമത്തെ കളവിന് വേണ്ടിയിട്ടാണ് അവർ ശ്രമിച്ചത്. ഇതിനെ ഞങ്ങൾ ശക്തമായി ചോദ്യം ചെയ്യും, ഒരു വിട്ടുവീഴ്ചയില്ലാതെ. കടകംപള്ളി വിറ്റു എന്ന നിലപാട് ഉറച്ചു നിൽക്കുന്നു. വിറ്റു എന്ന നിലപാട് കടകംപള്ളി വിറ്റെന്നല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ, വിറ്റെന്ന് പറഞ്ഞത് കോടതിയാണ്. കോടതിയാണ് പറഞ്ഞത്, അല്ലല്ല കേക്ക്, കോടതിയാണ് പറഞ്ഞത് വിറ്റൊന്ന്. വിറ്റല്ലോ, അന്നത്തെ ദേവസ്വം മന്ത്രിയാണ് അദ്ദേഹം. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഏത് കോടീശ്വരനാണ് വിറ്റതെന്ന് അങ്ങ് പറയണമെന്ന്. പറയണ്ടേ? അന്നത്തെ ദേവസ്വം മന്ത്രിക്കും ദേവസ്വം ബോർഡിനും ഉത്തരവാദിത്വം ഇല്ലേ? അയ്യപ്പൻ്റെ ദ്വാരപാലക വിഗ്രഹം വിറ്റെന്ന് പറയുമ്പോൾ വിൽക്കുകയാണിത്. സ്വർണം ഞങ്ങളെല്ലാവരും വിചാരിച്ചത് സ്വർണം മാത്രമേ എടുത്തുള്ളതെന്നാണ്. ഇവിടെ നിന്ന് ഇത് കൊടുത്തതിന് ശേഷം 40 ദിവസം ഇയാളുടെ കയ്യിലുണ്ടായിരുന്നു ഈ സംഭവം, അല്ലേ? 39, ഒരു മാസവും 9 ദിവസവും ഇവരുടെ കയ്യിലുണ്ടായിരുന്നു. ഈ സമയത്ത് വേറൊരു മോൾഡ് ഉണ്ടാക്കി, വ്യാജ മോൾഡ്. അതാണ് മദ്രാസിൽ കൊടുത്തു വിട്ടത്. ഒറിജിനൽ സാധനം നേരെ കൊടുത്തു. കാരണം അത് ഇൻവാല്യുബിൾ ആണ്, അമൂല്യമാണ്. സ്വർണത്തിൻ്റെ വിലയല്ല, അയ്യപ്പൻ്റെയാണ്.